നമസ്കാരം, എല്ലാവർക്കും എ പ്ലസ് അക്കാദമിയുടെ വീഡിയോ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം കാൽക്കുലേഷന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ നടത്തേണ്ടത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഓക്കെ, അതിന്റെ തുടർച്ച എന്നോണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അടക്കം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ക്ലിയർ ചെയ്തു പോവുക. കാരണം എല്ലാ എക്സാമുകൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ SSLC എക്സാമുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ എക്സാമുകൾക്കും ഒരു ചോദ്യം എന്തായാലും എന്തുണ്ടായിരിക്കും, ഈ ടൈം കാൽക്കുലേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇത്, ടൈം കാൽക്കുലേഷന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അത് സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. കാരണം ഇതിലും തന്നെ കണക്ക് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ അവരെന്ത് ചെയ്യാറുണ്ട്, സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ബോർഡിൽ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് വർക്കുകൾ ഞാൻ വാട്സപ്പ് വഴി സെൻഡ് ചെയ്തിരുന്നു. ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും ചെയ്യാത്തവരുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആ വർക്ക് പോയി കണ്ടിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ടൈം കാൽക്കുലേഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു AM PM എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണക്ക് ചെയ്തിരുന്നു അല്ലെ. അതിൽ നമുക്ക് PM നിന്നും AM ഒരു മാറ്റത്തിന് കണക്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, ഇതിലൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് SSLC എക്സാമുകൾക്ക് അതുപോലുള്ള ബാക്കിയുള്ള എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാരണങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് PM നിന്ന് AM അല്ലെങ്കിൽ AM നിന്ന് PM എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണുള്ള ഒരു കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 PM തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 50 ഡിഗ്രി ഈസ്റ്റ്, 45 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 30 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി വെസ്റ്റ്, 75 ഡിഗ്രി വെസ്റ്റ് എന്നിങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത് കിഴക്കോട്ട് പോകുന്തോറും സമയം എന്ന് പറയുന്നത് കൂടി വരികയാണ്, പടിഞ്ഞാറ് പോകുന്തോറും അഥവാ വെസ്റ്റോട്ട് പോകുന്തോറും എന്ത് ചെയ്യണം, സമയം എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു വരികയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മുടെ ബോർഡിൽ എഴുതി തന്നിരുന്നു ഓരോ ടൈമിലെ, അതായത് 50 എന്ന് പറയുന്നത് എത്രയാണ്, 1 hour ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 hour ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 45 ഡിഗ്രി എന്ന് പറയുന്നത് 3 hour ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 60 ഡിഗ്രി എന്ന് പറയുന്നത് 4 hour ആണെന്ന് പറഞ്ഞിരുന്നു. 75 ഡിഗ്രി എന്ന് പറയുന്നത് 5 hours ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 90 ഡിഗ്രി എന്ന് പറയുന്നത് 6 hours ആണെന്ന് ഇങ്ങനെ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു ടേബിൾ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എന്ത് പറ്റും, വലിയ വലിയ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ 180 വരെ, അതായത് 150 വരെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും നല്ലതാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ എഴുതി തന്നിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. 1 PM എന്ന് പറയുന്നത് 0 ഡിഗ്രി ടൈം നമുക്ക് തന്നിട്ടുണ്ട്, 1 PM ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 50 ഡിഗ്രി ഈസ്റ്റ് അഥവാ 15 ഡിഗ്രി കിഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സമയം എങ്ങനെയാണ് കണക്കൊക്കെ കിഴക്കോട്ട് പോകുന്തോറും സമയം എന്ന് പറയുന്നത് എന്താണ്, കൂടി കൂടി വരാണ് അല്ലെ. അപ്പൊ 50 ഡിഗ്രി ഈസ്റ്റില് സമയം എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 1 hour ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ 1 PM കൂടി 1 hour എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടി കൊടുക്കണം. 1 മണിക്കൂർ 1 PM 1 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടി കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 PM എന്നായിരിക്കും എന്ത് ചെയ്യാം ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 45 ഡിഗ്രി ഈസ്റ്റ് അല്ലെ, 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് 45 ഡിഗ്രി ഈസ്റ്റ്, 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 3 hours ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, 1 PM കൂടി എന്ത് ചെയ്യണം, നമ്മൾ
45 ഡിഗ്രി ഈസ്റ്റ് ആയിട്ടുള്ള അഥവാ 3 മണിക്കൂർ എന്ത് ചെയ്യണം നമ്മൾ ഇതിനോട് കൂടെ കൂട്ടി കൊടുക്കണം. അപ്പം 1 മണിയോട് കൂടി 3 മണിക്കൂർ കൂട്ടുമ്പോൾ 2 മണി 3 മണി 4 മണി അല്ലേ. അപ്പോൾ അല്ലേ 1 മണിയോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം 3 മണിക്കൂർ കൂട്ടി കൊടുക്കണം. അപ്പോൾ 2 മണി 3 മണി 4 മണി അല്ലേ. അപ്പോൾ 4 PM ആണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ആൻസർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്തത് 60 ഡിഗ്രി ഈസ്റ്റ്. 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര നോക്കിയേ? 60 ഡിഗ്രി എന്ന് പറയുന്നത് 4 ഹവേഴ്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം 1 PM കൂടി ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ടല്ല കൂട്ടേണ്ടത്. ചില കുട്ടികൾ കൂട്ടും എന്തറിയോ, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും 60 ഡിഗ്രി 4 മണിക്കൂർ കൂട്ടും. അവിടെ 8 മണി എന്നാണ് വരിക. അപ്പൊ അത് ആൻസർ തെറ്റാണ്. കാരണം ഇവിടുത്തെ കിട്ടിയ ആൻസറിനോടല്ല കൂട്ടേണ്ടത്. എപ്പോഴും 0 ഡിഗ്രിയുള്ള ആ ടൈമിനോട് കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ടൈം കൂട്ടി കൂട്ടി എന്ത് ചെയ്യേണ്ടത് പോവേണ്ടത്. അപ്പോൾ 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നതിന്റെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 4 ഹവേഴ്സ് ആണ് അല്ലെ. 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 4 ഹവേഴ്സ് ആണ്. അപ്പോൾ 1 PM കൂടി എന്ത് ചെയ്യണം നമ്മൾ 4 ഹവേഴ്സ് കൂട്ടി കൊടുക്കണം. അപ്പൊ സമയം എന്ന് പറയുന്നത് 2 മണി 3 മണി 4 മണി 5 മണി അല്ലെ. 4 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ 2 മണി 3 മണി 4 മണി 5 മണി അല്ലെ. അപ്പോൾ 5 PM എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കയ്യിൽ തന്നെ കൂട്ടുക, അതിനൊരു മടിയും വിചാരിക്കണ്ട. കാരണം തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു മടിയും കരുതണ്ട. കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ആൻസർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ഈ ഭാഗത്തുള്ള കണ്ടു. ഈസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തീർത്തു. ഇനി അടുത്ത ഭാഗമാണിത്, വെസ്റ്റിലെ ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 30 ഡിഗ്രി വെസ്റ്റ് അല്ലെ. 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 ഹവേഴ്സ് ആണ്. കണ്ടോ, ഈ പട്ടികയുടെ ഉപകാരം മനസ്സിലായോ? 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 ഹവേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാണ് നമ്മൾ 1 PM നിന്നും 2 ഹവേഴ്സ് എന്ത് ചെയ്യണം നമ്മൾ കുറക്കണം അല്ലെ. അഥവാ പടിഞ്ഞാറോട്ട് അഥവാ വെസ്റ്റോട്ട് പോകുന്നതോറും സമയം എന്ന് പറയുന്നത് എന്താണ് കുറഞ്ഞു വരികയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ 1 PM നിന്നും 30 ഡിഗ്രിയുടെ 2 ഹവേഴ്സ് എന്ത് ചെയ്യണം നമ്മൾ ഇതിനോട് കൂടി എന്ത് ചെയ്യണം കുറച്ച് കൊടുക്കണം. അപ്പൊ സമയം എത്ര വരാം? 1 PM ന് 2 ഹവേഴ്സ് പോയി കഴിഞ്ഞാൽ 12 മണി 11 മണി അല്ലെ. 2 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കുറക്കുന്നത്. അപ്പൊ 1 മണിയിൽ നിന്ന് 2 മണിക്കൂർ കുറച്ചാൽ 12 മണി 11 മണി അല്ലെ. 11 മണിയാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത്. 11 എത്ര വരാം? AM എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരിക. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യാനുള്ള കാരണം. അതായത് PM ൽ നിന്ന് AM ലേക്കും AM ൽ നിന്ന് PM ലേക്കുള്ള മാറ്റമാണ് ഇതിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ 1 PM എന്ന് പറയുന്നത് ഉച്ച സമയമാണ് അല്ലെ. 1 PM എന്ന് പറയുന്നത് ഉച്ച സമയമാണ്. ആ സമയത്ത് എന്താണ് അതിൽ നിന്ന് 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് 30 ഡിഗ്രി ആയിട്ടുള്ള 2 മണിക്കൂർ എന്താണ് നമ്മൾ കുറച്ച് കൊടുക്കണം അല്ലെ. അപ്പോൾ 1 PM നിന്ന് 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ 12 മണി 11 മണി. അപ്പോൾ 11 AM എന്നാണ് എന്ത് ചെയ്യുന്നത് 30 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടാവും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യാം ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത 60 ഡിഗ്രി വെസ്റ്റ്. 60 ഡിഗ്രി വെസ്റ്റ് സമയം 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 4 ഹവേഴ്സ് ആണ് അല്ലെ. 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 4 ഹവേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഈ 1 PM ൽ നിന്നും എന്ത് ചെയ്യണം നമ്മള് 4 ഹവേഴ്സ് എന്ത് ചെയ്യണം നമ്മള് മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പോൾ 1 PM ൽ നിന്നും 6 ഹവേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരാം? 12 മണി 11 മണി 10 മണി 9 മണി അല്ലെ. 9 മണിയാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത് അല്ലെ. 9 AM എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരിക. AM എന്ന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ AM ഉം PM ഉം ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇതിലിപ്പോ വെറും 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടൂല, നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ ടൈം കാൽക്കുലേഷൻ AM ഉം PM നും എന്തുണ്ട് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ AM ആണോ PM ആണോ എന്ന് എന്ത് ചെയ്യണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ 60 ഡിഗ്രി വെസ്റ്റ് സമയം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 60 ഡിഗ്രി എന്ന് പറയുന്നത് 4 ഹവേഴ്സ് ആണ്. അപ്പൊ 4 ഹവേഴ്സ് 1 PM ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു 4 ഹവേഴ്സ് മൈനസ് ചെയ്ത് കൊടുത്തു അല്ലെ. അപ്പൊ എത്ര കിട്ടാം? 1 PM ൽ നിന്നും 4 ഹവേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് 12 മണി 11 മണി 10 മണി 9 മണി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 9 AM എന്ത് ചെയ്തു നമുക്ക് കിട്ടി അല്ലെ. ഇനി അടുത്തത് 75 ഡിഗ്രി വെസ്റ്റ് അല്ലെ. 75 ഡിഗ്രി വെസ്റ്റ് 75 എന്ന് പറയുന്നത് എത്രയാണ്? 5 ഹവേഴ്സ് ആണ്. ഈ 5 ഹവേഴ്സ് എന്ത് ചെയ്യണം നമ്മൾ 1 PM ൽ നിന്നും 5 ഹവേഴ്സ് എന്ത് ചെയ്യണം നമ്മൾ ഒരു 5 മണിക്കൂർ എന്ത് ചെയ്യണം നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. 1 PM ൽ നിന്നും 5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ 12 മണി 11 മണി 10 മണി 9 മണി
8 മണി അല്ലേ. അപ്പോ 5 മണിക്കൂർ മൈനസ് ചെയ്തപ്പോ എന്തായി? 8 AM എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത്. എല്ലാവരും കയ്യിൽ തന്നെ ചെയ്യട്ടോ, അതിന് മടിക്കാൻ നിൽക്കണ്ട. അതിന് മടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, എല്ലാ മാർക്കും എന്ത് ചെയ്യണ്ട, കൊണ്ടുപോയിട്ട് കൊളാക്കാൻ നിൽക്കണ്ട, കയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് AM ൽ നിന്ന് PM ലേക്കും PM ൽ നിന്ന് AM ലേക്കുള്ള മാറ്റത്തിന്റെ ഒരു കണക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അത് നമുക്ക് വിട്ടുപോയി, ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യണം, അത് പറഞ്ഞതാണ്. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് എത്രത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്തായിരുന്നു, വളരെയധികം സിമ്പിൾ ആയിരുന്നു. നമുക്ക് ആ പട്ടിക പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 ഡിഗ്രി എന്ന് പറയുന്നത് 8 AM എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 50 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നതിന്റെ സമയം നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ 40 ഡിഗ്രി വെസ്റ്റ്, അതിന്റെ സമയം എന്താണ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ആ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടെത്താറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് തന്നിരുന്നു. നമ്മളെ പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, പട്ടിക എങ്ങനെയായിരുന്നു? 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 hour ആയിരുന്നു, 1 hour ആണ്. അതുപോലെ തന്നെ 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 hour ആണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത് 3 hour ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിട്ടുണ്ട്, നമുക്ക് ടേബിൾ അവിടെ തന്നിരുന്നു അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ വേണ്ടി നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. കാരണം ഹവേഴ്സ് അവിടെ കറക്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, 50 ഡിഗ്രി ഈസ്റ്റ് അതുപോലെ തന്നെ 40 ഡിഗ്രി വെസ്റ്റ് എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തുക, ഇവിടുത്തെ സമയം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കെ 50 ഡിഗ്രി ഈസ്റ്റിലെ സമയം നമ്മൾ 0 ഡിഗ്രി ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്. സോ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 50 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത്, 50 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മിനിറ്റിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ 1 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ബേസിക് കാര്യങ്ങൾ എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 4 മിനിറ്റ് ആണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. മിനിറ്റ്സ് ആണ് എന്തിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയേക്കാരം, 50 ഡിഗ്രി എന്ന് പറയുന്നത് 50 into 4 200 മിനിറ്റ് ആവും അല്ലെ. മിനിറ്റ് ആണ് ചെയ്യുന്നത് വരിക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ 50 ഡിഗ്രി എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ 50 into 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 200 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മിനിറ്റിലേക്ക് മാറ്റാം ആദ്യം. ഓക്കെ, അങ്ങനെ മിനിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഹവറിലേക്ക് മാറ്റാം, അതായത് മണിക്കൂറിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നോക്കാം. ശ്രദ്ധിച്ചോ, ഈ 200 എന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം, 60 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അങ്ങനെ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ മണിക്കൂർ ടൈം നമുക്ക് കിട്ടും അല്ലെ, അവർ നമുക്ക് കിട്ടും അല്ലെ. 200 എന്ന മിനിറ്റ് നമുക്ക് 60 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മണിക്കൂർ കിട്ടൂലേ, കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചോളി എങ്ങനെയാണ് ഹരിക്കലും ശ്രദ്ധിച്ചോ. ഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കും കൂടി ഉണ്ട്, ശ്രദ്ധിച്ചോ. 20ൽ എത്ര 6 ഉണ്ട് നോക്കാം. ഇത്തരത്തിലുള്ള വലിയ സംഖ്യകൾ ഹരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 20ൽ എത്ര 6 ഉണ്ട് എന്ന് നോക്കാം. 6 20ൽ എത്ര തവണ ഉണ്ട് നോക്കാം. അപ്പൊ 6 12 18 അല്ലെ, 3 തവണയാണ്. അപ്പൊ 3 തവണയാണ് എന്തുള്ളത് 6. അപ്പൊ 3 into 6 18. എന്ത് ചെയ്യാം, ഈ 0 എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഉണ്ടാവും ഈ 0 എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും, 180 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്, 20 ആണ് വരുന്നത്. 20 ഈ 20 സിസ്റ്റം കിട്ടിയ എന്താണ്, അത് മിനിറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് കേട്ടോ. മിനിറ്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എത്രയാണ്, 3 ഇവിടെ കിട്ടിയത്, ഇത് ഹവറുമായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 3 hour 20 minutes എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് സമയങ്ങളിലായിരിക്കും എന്ത് ചെയ്യുക, ചില സമയങ്ങളിൽ ബാങ്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ സൗണ്ട് ഇടയ്ക്കറി വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നിർത്തി പോയത് കേട്ടോ. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടു 50 into 4 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 200 minutes എന്ന് കിട്ടി. ആ 200 minutes നമ്മൾ എന്ത് ചെയ്യണം, ഹവറിലേക്ക് മാറ്റാണ്. 200 ഹരിക്കണം 60, അതായത് 200 ഹരിക്കണം 60 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 മണിക്കൂർ അതുപോലെ തന്നെ 20 മിനിറ്റ് എന്ത് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ 0 ഡിഗ്രി ടു
50 ഡിഗ്രി വരെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ഹവറും അതുപോലെ തന്നെ 20 മിനിറ്റുമാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ മതി, നമുക്ക് ഈ 0 ഡിഗ്രിയോട് കൂടി എന്ത് ചെയ്യാൻ മതി, ഈ സോറി ഇവിടെ തന്നുള്ള 0 ഡിഗ്രി 8 AM തന്നിട്ടുണ്ട്. ഈ 8 AM കൂടി നമുക്ക് 3 ഹവർ പ്ലസ് 20 മിനിറ്റ്സ് നമുക്ക് കൂട്ടി കൊട്ടാൻ കിട്ടും. നമുക്ക് 50 ഡിഗ്രി ഈസ്റ്റിലെ സമയം നമുക്ക് കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചോ എങ്ങനെ കൂട്ടുന്നത്. 8 AM നമ്മൾ 3 മണിക്കൂർ കൂട്ടാണ് അല്ലെ. അപ്പൊ 9, 10, 11 അല്ലെ. 8 AM നമ്മൾ 3 മണിക്കൂർ കൂട്ടുകയാണ് ആദ്യം. അപ്പൊ 9, 10, 11. ഓക്കെ, 11 എന്നാണ് ചെയ്യുന്നത് ആൻസർ വരുന്നത്. ഈ വെറും 11 മാത്രമുള്ളോ? അല്ല, എന്തുണ്ട് ഇവിടെ 20 മിനിറ്റും കൂടി ഉണ്ട്. ആ 20 മിനിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യണം. അപ്പൊ AM എന്ന് എഴുതുന്നു, നമുക്ക് ആൻസർ കിട്ടി. 11, 20 എന്ന് എഴുതുന്നത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 40 ഡിഗ്രി വെസ്റ്റിലെ സമയം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ കണ്ട അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, 50 into 4 ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, 40 into 4 നമ്മൾ ചെയ്യണം. 40 into 4 ചെയ്താൽ നമുക്കൊന്ന് കിട്ടും. അല്ലെ, 160 നമുക്ക് ആൻസർ കിട്ടില്ല. 40 into 4 എന്ന് പറയുന്നത് 160 ആണ് അല്ലെ. 160 ചെയ്തു നമുക്ക് ആൻസർ കിട്ടി. ഇനി ഈ 160-നെ നമ്മൾ എന്ത് ചെയ്യാണ്, മണിക്കൂറിലേക്ക് മാറ്റണം അല്ലെ. 40 into 4 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 160 മിനിറ്റ് എന്ന് കിട്ടി അല്ലെ. മിനിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് മിനിറ്റ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ? മിനിറ്റ്സ് മാത്രം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളത് ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് മണിക്കൂറിലേക്ക് മാറ്റണം. മണിക്കൂറിലേക്ക് മാറ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 160 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ 60 കൊണ്ട് നമ്മൾ ഹരണം ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടെക്നിക്ക്. ഈ 16-ലൊക്കെ 6 ഉണ്ട് എന്ന് നോക്കുക അല്ലെ. 6, 12 അല്ലെ. പിന്നെ 18 വരിക. അപ്പൊ എന്ത് 2 6കളാണ് ചെയ്യുന്നത് ഇതിൽ പോകുന്നത്. അപ്പൊ 2 എന്നിട്ട് കൊടുക്കുക. 2 into 6, 12 എന്ന് നമുക്ക് കിട്ടി. ഈ 0 എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, 60 20 പോയി കഴിഞ്ഞാൽ 40 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് നോക്കിയേ, 2 hour and 40 minutes എന്നാണ് ചെയ്യുന്നത് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലെ. നമുക്ക് മണിക്കൂർ കിട്ടിയത്. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ 40 ഡിഗ്രി ടു 0 ഡിഗ്രി, അതായത് 8 AM to 40 ഡിഗ്രി പിന്നെ ജസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 hour and 40 minutes എന്നാണ് ചെയ്യുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 2 hour 40 minutes എന്ത് ചെയ്യണം, ഈ 8 AM നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 40 ഡിഗ്രി വെസ്റ്റിലെ ഈ സമയം നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് മൈനസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. 8 AM നിന്ന് 2 മണിക്കൂർ കുറച്ചാൽ എന്താ, 7, 6 അല്ലെ. 8 AM നിന്നും 2 മണിക്കൂർ കുറച്ചാൽ, 8 നിന്ന് 2 കുറച്ചാൽ 7, 6 അല്ലെ. 6 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ചില ആളുകൾ എന്ത് ചെയ്യുക അറിയോ, 8 AM 2 മണിക്കൂർ കുറക്കും. 8 AM 2 മണിക്കൂർ കുറച്ചാൽ 7, 6 നമ്മൾ ആൻസർ കിട്ടും. ആൻസർ ഇവിടെ 6 എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, 40 മിനിറ്റ്സ് എന്ന് എന്ത് ചെയ്യും, നമ്മൾ കൂട്ടി കൊടുക്കും. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ അല്ലേ. ശരിയാണോ ആൻസർ? ശരിയല്ല, തെറ്റാണ്. കാരണം എന്താ, ആൻസർ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണ്, നമ്മൾ 6 കൂടി എന്ത് ചെയ്യാണ്, നമ്മൾ 40 കൂട്ടി കൊടുക്കല്ല വേണ്ടത്. ആ 40 എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം വേണ്ടത്. അതായത് ശ്രദ്ധിച്ചോ, 8 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 7, 6 എന്ന് കിട്ടി അല്ലെ. 6 എന്ന് കിട്ടി. ഇനി 6 കൂടി 6 നിന്ന് എന്ത് ചെയ്യണം, 40 കൂടി മൈനസ് ചെയ്യണം. 40 മിനിറ്റ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ 6 നിന്ന് 40 മിനിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 5:20 AM എന്നാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുക. മനസ്സിലായോ? ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അതായത് 8 AM നിന്നും 2 മണിക്കൂർ കുറച്ചു, 7, 6 എന്ന് നമ്മൾ കുറച്ചു. പിന്നെ ഇവിടെ 40 മിനിറ്റ് കൂടി ഉണ്ട്. 40 മിനിറ്റ് കൂടി നമ്മൾ 6 കുറക്കണ്ടേ. അങ്ങനെ ആകുമ്പോൾ 40 മിനിറ്റ് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക, 5:20 AM എന്നാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമുകൾക്ക് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്ത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ബോർഡിൽ, ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ ടൈം ഇൻ ജപ്പാൻ 95 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് കാനഡ
110 ഡിഗ്രി വെസ്റ്റ് വെൻ ടൈം ഇൻ 0 ഡിഗ്രി 5 PM. അതായത് ജപ്പാനിലെയും അതുപോലെ തന്നെ കാനഡയിലെയും ടൈം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് 5 PM ആണ് എങ്കിൽ ജപ്പാനിലെയും അതുപോലെ തന്നെ കാനഡയിലെയും ടൈം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡ് വരച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകണം, ശ്രദ്ധിച്ചോ. അത് നമ്മൾ എന്ത് ചെയ്യാം, 0 ഡിഗ്രി ആയിട്ടുള്ള ഇത് വരച്ചു കൊടുക്കുക അല്ലെ. 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 0 ഡിഗ്രി എന്ന് പറയുന്നത് 5 PM എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 5 PM നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 110, അതായത് 110 ഡിഗ്രി വെസ്റ്റ് തന്നു. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തല്ലേ. അപ്പൊ 110 ഡിഗ്രി വെസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. 110 ഡിഗ്രി വെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ടൈം നമുക്ക് കണ്ടെത്തണം. പിന്നെ തന്നുള്ളതാണ് 95 ഡിഗ്രി ഈസ്റ്റ് അല്ലെ. 95 ഡിഗ്രി ഈസ്റ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ രണ്ട് ഭാഗങ്ങളിലെയും രണ്ട് രാജ്യങ്ങളിലെയും ടൈമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, ഇതേതായിരുന്നു, ജപ്പാനാണ് അല്ലെ. ഇതെന്ന് പറയുന്നത് കാനഡ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലും തമ്മിലുള്ള സമയമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 0 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നുമില്ല, നേരത്തെ കണ്ട അതേപോലെ തന്നെ 95 ഇൻറ്റു ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 4 ആയിരുന്നുവെങ്കിൽ 95 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 95 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ നോക്കാം. 380 ആണ് വരുന്നത് നമുക്ക് കിട്ടുക കേട്ടോ. അതായത് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണെങ്കിൽ 95 ഡിഗ്രി എന്ന് പറയുന്നത് 95 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 380 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 380 തന്നെയാണ്. ഈ 380 ഹരിക്കണം അല്ലെ. നമുക്ക് 380 മിനിറ്റ് എന്നാണ് എന്ത് ചെയ്തത് നമുക്ക് കിട്ടിയുള്ളത്. ഈ 380 മിനിറ്റിനാണ് എന്ത് ചെയ്യണം, നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 60 കൊണ്ട് ഹരിക്കണം അല്ലെ. 60 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അത് മണിക്കൂറിലേക്കായിട്ട് കിട്ടും. അപ്പൊ നോക്കാം, നേരത്തെ അതേപോലെ തന്നെ ടെക്നിക്ക് നോക്കാം. 38 എത്ര 6 ഉണ്ട് നോക്കാം. 38 6 ഉണ്ട്. 6 6 36 അല്ലെ. 6 6 36 ആണ്. പിന്നെ അവിടെ ഉണ്ടോ, ഇല്ല. അപ്പൊ 6 6 ഇൻറ്റു 6 36 നമ്മൾ ഇവിടെ കിട്ടും. ഈ 0 എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇത് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 20 എന്ന് കിട്ടി. അപ്പൊ 20 6 മണിക്കൂറും 6 hours ആൻഡ് 20 മിനിറ്റ് എന്ന് എന്ത് ചെയ്തു, നമുക്ക് ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി. അതായത് ഈ 0 ഡിഗ്രിയും അതേപോലെ തന്നെ 95 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 hours ആൻഡ് 20 മിനിറ്റ്സ് എന്ന് നമുക്ക് എന്ത് കിട്ടി, സമയം കിട്ടി. ഇനി എന്ത് ചെയ്താൽ 6 ഹവേഴ്സിന് നമുക്ക് എന്ത് കിട്ടി, 6 hours അതേപോലെ തന്നെ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ 5 PM കൂടി നമുക്ക് എന്ത് കിട്ടി, കൂട്ടിക്കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ജപ്പാനിലെ 95 ഡിഗ്രി ജപ്പാനിലെ സമയം നമുക്ക് എന്ത് കിട്ടും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് നോക്കിയെങ്കിൽ 5 PM കൂടി 6 മണിക്കൂർ 20 മിനിറ്റ് എങ്ങനെ കൂട്ടാം, 5 6 7 8 9 10 അല്ലെ. 10 11 6 മണിക്കൂറല്ലേ നമ്മൾ കൂട്ടേണ്ടത് അല്ലെ. 6 hours ആണ് നമ്മൾ കൂട്ടേണ്ടത് അല്ലെ. 5 PM കൂടി നമ്മൾ 6 മണിക്കൂർ കൂട്ടാണ്. അപ്പൊ 5 കൂടി എന്ത് ചെയ്യണം, 6 മണിക്കൂർ കൂട്ടാണ്. 6 7 8 9 10 11 അല്ലെ. 6 മണിക്കൂർ നമ്മൾ കൂട്ടി കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, 11 എന്ത് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. 11 മതിയോ, 11 മാത്രം മതിയോ, പോരാ. എന്ത് ചെയ്യണം, ഈ 20 മിനിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനോട് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടി കൊടുക്കണം. അപ്പൊ 20 PM എന്ന് നമുക്ക് ആൻസർ കിട്ടി. 11:20 PM എന്ന് നമുക്ക് എന്ത് ചെയ്തു, ഇവിടുത്തെ ആൻസർ ആയിട്ട് കിട്ടി. മനസ്സിലായോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കേ, ഈ ഭാഗം 110 ഡിഗ്രി വെസ്റ്റിലെ ടൈം എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ കണ്ട അതേപോലെ തന്നെ 110 ഇൻറ്റു 4 ചെയ്യാം. എത്ര കിട്ടും, 440 എന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗുണിച്ചാൽ കിട്ടുക കേട്ടോ. അപ്പൊ 440 ഹരിക്കണം എന്ത് ചെയ്യാം, 60 എന്ത് ചെയ്യണം, നമ്മൾ ഹവറിലേക്ക് മാറ്റണം. ഹവറിലേക്ക് മാറ്റുമ്പോൾ 440 എന്ത് ചെയ്യണം, നമ്മൾ ഹവറിലേക്ക് മാറ്റുമ്പോൾ 60 കൊണ്ട് എന്ത് ചെയ്യണം, ഹരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം, നേരത്തെ പോലെ തന്നെ നോക്കാം. 44 എത്ര 6 ഉണ്ട് നോക്കാം. 44 എത്ര 6 ഉണ്ട്, 6 6 36 എന്ന് പറഞ്ഞു അല്ലെ. 36 പിന്നെന്താണ് 42 ആണ് വരുന്നത് അല്ലെ. 7 6 7 വരുന്നത്. 7 6 42 എന്നാണ് വരുന്നത് നമുക്ക് ആൻസർ വരുന്നത്. ഈ 0 എന്ത് ചെയ്യാം, രണ്ടാമത് ഈ 0 എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്ന് കിട്ടും, നമുക്കിവിടെ 20 എന്ന് കിട്ടും. അപ്പോൾ 7 hours ആൻഡ്
20 മിനിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഈ 0 ഡിഗ്രിയും 110 ഡിഗ്രി വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 7 hour and 20 minutes എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യണം, വെസ്റ്റോട്ട് പോകുന്നതോടും സമയം എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം, ഈ 5 PM നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 7 hours എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം വേണ്ടത് കേട്ടോ. അപ്പൊ 5 PM നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 7 hours മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കേട്ടോ, 4, 3, 2, 1, 12, 11 തെറ്റിയോ ഇല്ലല്ലോ. നോക്കേ, 5 PM കൂടി 5 PM നമ്മൾ എന്ത് ചെയ്യണം, 7 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മൾ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആൻസർ വരാം, 5 PM നിന്നും 7 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 4, 3, 2, 1, 12, 11, 10 അല്ലെ, 10 എന്ന ആൻസർ കിട്ടും അല്ലെ. ഈ 10 വരും, 10 മാത്രം മതി. 10 എന്ത് ചെയ്യണം, 20 മിനിറ്റ് കൂടി മൈനസ് ചെയ്യണം. അപ്പോ 9:40 എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. 9:40 AM എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരിക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തൊന്ന് കണ്ടു നോക്കാം ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യലെന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി പരിചയപ്പെടാം. ഇതോടുകൂടി നമുക്ക് ഈ ടൈം കാൽക്കുലേഷന്റെ ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇഷ്ടംപോലെ ടൈം പോവാണ്. ഇന്നത്തെ ക്ലാസ്സിന് അത്യാവശ്യം ലെങ്ത് വീഡിയോ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. 30 മിനിറ്റിലേറെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ടൈം കാൽക്കുലേഷന്റെ ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ 3 ക്വസ്റ്റ്യനും എന്തായിരുന്നു, വെറൈറ്റി ആയിരുന്നു അല്ലെ. ഓരോ ഡിഫറെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതും എന്താണ്, ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് തന്നിരുന്നു എന്ത്, 0 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് തന്നിരുന്നു അല്ലെ. 0 ഡിഗ്രി എന്ന് പറയുന്നതിന്റെ സമയം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് തന്നിരുന്നു. എന്നാൽ ഇവിടെ 0 ഡിഗ്രിയിലെ സമയം നമുക്ക് തന്നിട്ടില്ല. 0 ഡിഗ്രിയിലെയും അതേപോലെ തന്നെ 80 ഡിഗ്രി ഈസ്റ്റിലെയും സമയമാണ് എന്ത് ചെയ്യുന്നത്, നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാം, നമുക്ക് SSLCക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ പല ടൈപ്പ് മോഡൽസ് ആണ് എന്ത് ചെയ്യാം എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നോക്കിയേ, ശ്രദ്ധിച്ചോ. 0 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 80 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 30 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടെത്താം? 30 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നത് 3 AM എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മൾ ആ പട്ടിക ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അത് തന്നെ ആ പട്ടിക ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതി തന്നത് 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 hour ആണ്. 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 hour ആണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത് 3 hour ആണ്. ഇങ്ങനെ ഒരു പട്ടിക നീളത്തിൽ 150 വരെയുള്ള പട്ടിക നിങ്ങൾക്ക് എഴുതി തന്നിരുന്നു, അത് ഓർമ്മ വേണം. അപ്പൊ ഓക്കെ, 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 2 hour ആണ് അല്ലെ. 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 2 hour ആണ് അല്ലെ. അപ്പൊ 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്, 2 മണിക്കൂറാണ് വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് 2 ഹവേഴ്സിന്റെ വ്യത്യാസമാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ഈ 3 AM കൂടി എന്ത് ചെയ്യണം, നമ്മൾ 2 ഹവേഴ്സ് കൂട്ടി കൊടുത്താൽ മാത്രം മതി അല്ലെ. ഇത് ഇങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോകുക എന്ത് ചെയ്യാണ്, കൂടി വരികയാണ്. അപ്പൊ 30 ഡിഗ്രിയുടെ സമയം എന്ന് പറയുന്നത് 2 ഹവേഴ്സ് ആണ്. അപ്പോ ഈ 2 ഹവേഴ്സ് ആണ് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതും ഈ 0 ഡിഗ്രിയും 30 ഡിഗ്രിയും തമ്മിലുള്ള 30 ഡിഗ്രി വെസ്റ്റ് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്, 2 ഹവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 മണിയോട് കൂടി എന്ത് ചെയ്യണം, നമ്മൾ 2 ഹവേഴ്സ് നമ്മൾ കൂട്ടി കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 ഡിഗ്രി സമയം കിട്ടും. മനസ്സിലായോ? അപ്പൊ നോക്കേ, ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 ഹവേഴ്സ് ആണ്. ഈ 3 AM കൂടി നമ്മൾ 2 ഹവേഴ്സ് കൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ 3, 4, 5 അല്ലെ.
4 മണി 5 മണി അല്ലേ, അങ്ങനെ 2 മണിക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 5 AM എന്ത് ചെയ്തു? നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി റിവൈസ് ചെയ്ത് കണ്ടാൽ മതി, മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലെങ്തി ആവണം. നിങ്ങളൊന്ന് ബാക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം? ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതൊന്നുകൂടി കണ്ടു നോക്കാം. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യും? എഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ സമയം 0 ഡിഗ്രിയിലെ സമയം എന്ന് പറയുന്നത് നമുക്ക് 5 AM എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ്? 80 ഡിഗ്രി ഈസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. 80 ഇൻറ്റു 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റ് ആണ് അല്ലെ, മിനിറ്റ്സ് ആണ്. അപ്പോ 80 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 80 ഇൻറ്റു 4 ആണ്. 80 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 320 ആണ്. മനസ്സിലായോ? 80 ഇൻറ്റു 4 എന്ന് പറയുന്നത് 320 ആണ്. ഈ 320നെ നമ്മൾ എന്ത് ചെയ്യണം? ഹവറിലേക്ക് മാറ്റണം അല്ലെ. 320 എന്ത് ചെയ്യണം? നമ്മൾ ഹവറിലേക്ക് മാറ്റണം. അങ്ങനെ ഹവറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ 320 എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം അല്ലെ. 60 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര നമുക്ക് കിട്ടുക? ഈ 32ൽ എത്ര 6 ഉണ്ട് നോക്കി. 6 6 36 ആണല്ലേ. അപ്പൊ എന്താണ്? 5 ആണ് കിട്ടുക. 5 6 30 ആണ് എന്ത് ചെയ്യുന്നത്? വരുന്നത് അല്ലെ. 5 6 30 എന്നാണ് വരുന്നത്. ഈ 0 എന്ത് ചെയ്യാം? അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും 20 കിട്ടും. അപ്പൊ 5 20 ആണെന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മുതൽ ഇതുവരെയുള്ള ടൈം വ്യത്യാസം എന്ന് പറയുന്നത് 5 hours and 20 minutes എന്നാണ് ചെയ്യുന്നത് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ 5 AM കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഈ 5 മണിക്കൂറും അതേപോലെ തന്നെ 20 മിനിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ആഡ് ചെയ്യാം നോക്കിക്കോ, ശ്രദ്ധിച്ചോ. 5 6 7 8 9 10 അല്ലേ. 10 എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ കിട്ടി അല്ലേ. ഈ 10 കൂടി എന്താണ്? ഈ 20 മിനിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ സമയം കിട്ടും. ഓക്കെ, 5 10 20 AM എന്ന് എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടുത്തെ സംശയങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുമുണ്ട് ഒരുപാട് മോഡൽസ് ഇതിൽ ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് പ്രോബ്ലത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ തീർന്നു. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഗ്രീനിച്ച് ടൈം, അതേപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തിയറി ആയിട്ടുള്ള സമയമേഖലയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു? ഈ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി നമ്മളത് കഴിയും. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏത് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും? എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് നന്നായിട്ട് ക്ലാസ് തരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ചാപ്റ്റർ തീർന്നതിന് ശേഷം നമുക്കൊരു എക്സാം രൂപത്തിൽ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. കാരണം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് നമുക്കും കൂടിയും അറിയണ്ടേ. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമുകൾ എന്തുണ്ടായിരിക്കും? നമ്മൾ നടത്തും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. കുറഞ്ഞ സമയം പഠിക്കാനുള്ളൂ, ഉള്ള സമയം എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി.